ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ. ഇവൻ മിടുക്കനാ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോളുടെ ശബ്ദം തിരിച്ചു കൊണ്ടുവരും. അതെ അച്ഛാ, എനിക്ക് ആ ഒരു ആഗ്രഹമുള്ളൂ. അപ്പുറത്തെ കല്യാണിക്ക് ശബ്ദം കിട്ടിയതുപോലെ എൻ്റെ വന്ദന മോൾക്കും ശബ്ദം കിട്ടണം. അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. മോനെ വിശ്വസിക്കാം, മോൻ നല്ലവനാ, മിടുക്കനാ എന്നൊക്കെ പറയുക. അത് ശരിയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് സംസാരശേഷി ഇല്ലാതിരുന്നപ്പോൾ വന്നവർ മുഴുവനും സ്വത്ത് ആഗ്രഹിച്ച് വന്നതാ. പക്ഷേ ഇങ്ങനൊരു മോനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങൾ പുണ്യം ചെയ്തിട്ടുണ്ടോയെന്ന് തോന്നുക. ഇതുപോലൊരു മരുമാനെ കിട്ടാൻ പുണ്യം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ. അത് കേട്ടതും അത് സത്യമാണ്, നിങ്ങൾ പുണ്യം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ടാണ് ഇതുപോലൊരു മരുമോനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല കേട്ടോ. ഇവൻ മിടുക്കനാ, മിടുക്കൻ. ഇവനെപ്പോലൊരു മരുമകനെ കിട്ടിയാൽ നിങ്ങൾക്കും ഭാഗ്യം, ഭർത്താവിനെ കിട്ടുന്ന വന്ദന മോൾക്കും ഭാഗ്യം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇനി നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ ദൈവമേ, ഇവനെപ്പോലെ ഒരു തെണ്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എനിക്ക് ചിരി വരുക എന്നൊക്കെ ആലോചന. അതെ, ഇങ്ങനെ നിന്നാൽ മതിയോ? വാ, നമുക്ക് പോയി ചായ കുടിക്കാം. ആൻറ്റി ഇതോടൊപ്പം എല്ലാം ഉണ്ടാക്കി വെച്ച് കാണും. അത് ശരിയാണല്ലോ. എന്നാൽ പേടിക്കണ്ട കേട്ടോ, കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബോംബെയിലായിരുന്നു അച്ഛൻ ആദ്യം കാണിച്ചിരുന്നത്. പിന്നെ നട്ടല്ലൊടിഞ്ഞതുകൊണ്ട് അവരിങ്ങോട്ട് വിട്ടു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ പോലെ ഡോക്ടറൊന്നും നല്ലവർ വേറെ നാട്ടിലൊന്നും ഇല്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല മോനെ. അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ നല്ല ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ. എന്നാൽ പിന്നെ എല്ലാം കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്നാൽ നമുക്ക് ചായ കുടിക്കാം. എൻ്റെ പൊന്നോ, ഇവൻ വെറും കള്ളനല്ല, ഒന്നൊന്നര കള്ളനാ. കോടികളല്ലേ ഇവൻ സമ്പാദിക്കുന്നേ. ഇവനെ പോലെ ഒരുത്തൻ ഭൂമിയിൽ വേറെ ഇല്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ കിടക്കുക. ഈ സമയം പിന്നീട് സരയുവിനെ കാണിക്കുന്നത്. വെയിറ്റ് ചെയ്ത് സരയുവിന് കയ്യും കാലും കഴിച്ചു. എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഈ മനുവേട്ടൻ എന്താ വരാത്തെ? ഈ മനുവേട്ടൻ എന്നെ പറ്റിക്കുവാണോ എന്ന് ആലോചിച്ചുകൊണ്ട് സരയു ഫോൺ എടുത്ത് വിളിക്കുക. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്നോട് വരാൻ പറഞ്ഞിട്ട് മനുവേട്ടൻ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ? ഈശ്വര, ഇനി മനുവേട്ടൻ എങ്ങാനും എന്നോട് ദേഷ്യം കയറിയിട്ടാണോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതേ സമയം അവരെല്ലാവരും ചായ കുടിക്കാനായിട്ട് താഴെ ഇറങ്ങി ചെല്ലുക. വാ ഇരിക്കി, ഞാനേ ഉണ്ടാക്കി വെച്ചതൊക്കെ വെറുതെ ആവുമെന്ന് വിചാരിച്ചു. എന്താ ഇത്ര നേരം? അത് മോൻ്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്ന നേരമായി പോയതാ. എന്തായാലും സന്തോഷമായി. നല്ല കുടുംബമാണ് നിങ്ങളുടേത്. ഇതുപോലൊരു കുടുംബത്തിൽ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. എൻ്റെ മോള് സംസാരശേഷി ഇല്ലാത്ത കുട്ടിയാണ്. അവൾക്ക് നല്ലൊരു ജീവിതം വേണം. അവളെ പൊന്നുപോലെ നോക്കുന്നൊരു കുടുംബത്തിലേക്ക് അവളെ അയക്കണമെന്നുണ്ട്. അങ്ങനൊരു ആഗ്രഹം നടക്കാൻ പോവുക എന്നുള്ള സന്തോഷം ഇപ്പം മനസ്സ് നിറഞ്ഞു നിൽക്കുക. ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ മോളെ ചോദിച്ചു. അതൊക്കെ കോടികളുടെ സ്വത്ത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് മാത്രമാണ്. സ്വത്തിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ട് വന്നവരാ എല്ലാവരും. എന്നാൽ ഇവിടെ പണവും സ്വത്തും ഒന്നും വേണ്ട, എൻ്റെ മോളെ മാത്രം മതിയെന്ന് പറഞ്ഞ് വന്ന നല്ലൊരു പയ്യനാ നിങ്ങളുടെ മകൻ. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിന്ന് സന്തോഷം നിറഞ്ഞു നിൽക്കുക. എനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. നിങ്ങളെപ്പോലൊരു ബന്ധുക്കളെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. സ്വത്ത് ആഗ്രഹിച്ച് വന്നവർക്ക് മകളെ കൊടുത്തിരുന്നെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ മകനെ കൊടുക്കാൻ പോകുന്നത് ഒരു കാട്ടുകള്ളനല്ലേ? അത് തുറന്നു പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. മനുമോൻ മിടുക്കനാ. ഇവനെ പോലെ ഒരു മരുമോനെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എത്രയും പെട്ടെന്ന് കല്യാണം കല്യാണം നടത്തണം. പിന്നെ വലുതായിട്ടൊന്നും വേണ്ട. കാരണം കല്യാണത്തിന് അമ്മ വരുമോ മോനെ? അമ്മയെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കല്യാണമല്ലേ. പിന്നെ ഞാൻ കൂടുതൽ ആരെയും അറിയിച്ചിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ബന്ധുക്കൾ പറയും. മോന് ബന്ധുക്കളെന്ന് വെച്ചാൽ ജീവനാ. എപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നാലും ഈ വീട്ടിലെല്ലാ ബന്ധുക്കളും വേണം. ഒരുമിച്ച് കൂടി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അതാണ് മോൻ്റെ ആഗ്രഹം. എന്നാൽ പലരും കാശിനും പണത്തിനും വേണ്ടി മാത്രം നടക്കുന്നവരാ. അവർക്കൊക്കെ മോൻ്റെ കാശ് മതി. വന്നു കഴിഞ്ഞാൽ എല്ലാം മേടിച്ചുകൊണ്ടങ്ങ് പോകും. പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. പിന്നെ കുറ്റം പറയും, കുറവുണ്ടാക്കും. അതൊന്നും മോൻ ശ്രദ്ധിക്കാറില്ല. അത്രയ്ക്ക് നല്ല മനസ്സാ ഞങ്ങളുടെ ജീവൻ മോൻ്റെ. അത് കേട്ടതും ഗതികേട്. സ്വന്തം മകളുടെ ജീവിതം കുളം തോണ്ടിയവനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഈ അമ്മയുടെ ഒരു ഗതികേട്. സാരമില്ല, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ ചേർന്ന് കിരണേട്ടനെയും കല്യാണി ചേച്ചിയും ഒരുപാട് വേദനിപ്പിച്ചതല്ലേ. അതിനൊക്കെ ദൈവം തരുന്ന തിരിച്ചടിയായത്. അതെന്തായാലും ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ ഇരിക്കുക.
ഈ സമയം മോളുവിന് സന്തോഷമായോ? അപ്പോൾ അരുൺ എന്നും തലയാട്ടുകയാണ്. ഈ സമയം എനിക്കും ഒരുപാട് ഇതുപോലൊരു നല്ല കുടുംബത്തെ കാണാനും ഈ കുടുംബത്തോടൊപ്പം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് നല്ല സന്തോഷമുണ്ട് മോനെ. എത്ര കോടികൾ ചിലവാക്കിയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അസുഖം മാറ്റണം. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാവരും കുറ്റം പറയുമെന്നുള്ളതുകൊണ്ടാണ് ബന്ധുക്കളെ ആരെയും വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അതെ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ മതിയോ? ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അയ്യോ അതൊന്നും വേണ്ട, മോൻ ഇപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ എത്ര പ്രാവശ്യം വന്നു, എന്നിട്ട് ഒരു തുള്ളി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. അതെന്താ മോനെ? അത് പിന്നെ കല്യാണം കഴിയാതെ ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കും ആൻറ്റി. അതുകൊണ്ട് അവരെയും നിർബന്ധിക്കണ്ട, അവർ കഴിക്കില്ല. എന്നാൽ പിന്നെ സാരമില്ല, കല്യാണം കഴിച്ചിട്ട് വന്നാൽ മതി. എല്ലാവരും നമുക്കൊരു ദിവസം ഒരു പ്രാവശ്യം കൂടെ കൂടാമല്ലോ. അല്ല, ഇതാണോ സ്വന്തം മോൻ്റെ വീട്? ഈ വീട് ഞാൻ മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. പിന്നെ എൻ്റെ സ്വന്തം വീട് അയലൂരോ? അവിടെ എവിടെയാ? എന്താ വീട്ടും പേര്? അത് അപ്പോൾ മനോഹർ ഓരോ വീട്ടും പേരൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ഈ 2018 വെള്ളം കയറിയതൊക്കെ കൊണ്ടേ അതൊക്കെ അവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക, പൊട്ടിയും പൊളിഞ്ഞും ചെതൽ പിടിച്ചൊക്കെ. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും അധികം പോകാറില്ല. പഴയ തറവാടാ, രാശിയുള്ള തറവാടാ. അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ചിട്ട് നമുക്കവിടെ നല്ലൊരു വീട് പണിയാൻ മോനെ. പഴയ തറവാട് അങ്ങനെ വിറ്റ് കളയൊന്നും വേണ്ട കേട്ടോ, രാശിയുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച്. അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടാകുങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി, വാ നമുക്ക് ഇറങ്ങാം മോളെ, എന്നാൽ പോകാം. അപ്പോൾ വന്ദന തലയാട്ടുക. ചെല്ലട്ടേടാ, നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ഇറങ്ങുക. ഈ സമയം ശാരി, മോളെ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. അപ്പോൾ വന്ദന എന്ന് തലയാട്ടുകയാണ്. ഈ സമയമാണെങ്കിൽ മനോഹർ തുറച്ചു നോക്കുക ശാരിയെ. ഇനി ശാരി എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ? ഞാൻ മോൻ വരുമ്പോൾ മോൻ്റെ കൂടെ വരാം. മതി, വരണം കേട്ടോ, വരാതിരിക്കരുത്. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ, കല്യാണം കഴിയാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട. എനിക്ക് ശാരിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് ആൻറ്റി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാത്തത്. ആൻറ്റി ആണല്ലോ ഇപ്പോൾ അച്ഛനെ നോക്കുന്നത്. അത് ശരിയാ. പറ്റുമെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാറി കയറി ടാറ്റയൊക്കെ പറഞ്ഞിങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ കല്യാണിയും കിരണും ജനലെ കൂടെ നോക്കുക. ദേ വന്നവർ പോകുവാണല്ലോ കല്യാണി. പോട്ടെ, ഒരുത്തി അവിടെ കാത്തിരിക്കുമല്ലേ. ഇവൻ അവളെ അവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകാൻ തിടുക്കമായി കാണും. അതുകൊണ്ടായിരിക്കും ഇവരെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ ടാറ്റ. അങ്ങനെ കാറി കയറി അവർ പോയി കഴിഞ്ഞതും എങ്ങനെയുണ്ട്? കോടികളാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത്. അപ്പം ഞാൻ കോടീശ്വരനല്ലേ അമ്മായിയമ്മേ? മിണ്ടിപ്പോകരുത് നീ. നിന്നെപ്പോലൊരു ലോക ക്രിമിനൽ ഈ നാട്ടിലില്ല. അതെ, അപ്പുറത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ബന്ധുക്കളെയൊക്കെ അപ്പുറത്തുള്ളവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെൻ്റെ ബന്ധുക്കളല്ലാന്ന് കിരണ് കണ്ടാൽ പോലും കല്യാണിക്കാണേലും മനസ്സിലാവും. എന്നാൽ പിന്നെ നിങ്ങളുടെ വകയിൽ ഏതെങ്കിലും കുഞ്ഞമ്മയോ കുഞ്ഞപ്പനോ ആണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുക. എടാ, എൻ്റെ മോൾ അവിടെ കാത്തു നിൽക്കുവാടാ, നിന്നെയും പ്രതീക്ഷിച്ച്. എന്നിട്ട് എൻ്റെ മോളെ വിഷമിപ്പിച്ച് നീ ചെയ്യുന്നത് ശരിയാണോടാ? എന്തൊക്കെ കള്ളങ്ങൾ ഞാൻ പറയണം? പാവം എൻ്റെ മോള് നിന്നെ മാത്രം വിശ്വസിച്ച് അവിടെ കാത്തു നിൽക്കട്ടെ. നിന്നു പറഞ്ഞ് വേറെ ഉറച്ചു പോകുമൊന്നുമില്ലല്ലോ, അതിനവൾ മരമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇത്തിരി നേരം നിന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മനോഹർ കാറി കയറിയിട്ട് അതെ, ഞാൻ അവളെയും കൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരൂ. അതുകൊണ്ട് ഭക്ഷണമൊന്നും കാര്യമായിട്ട് കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക. ഈ സമയം ശാരി, എൻ്റെ ഗതികേട്, ഞാൻ ചെയ്ത പാപങ്ങളും എൻ്റെ ഭർത്താവ് ചെയ്ത പാപങ്ങളും ഓരോന്നോരോന്നായിട്ട് തിരിച്ചടിക്കുകയാണല്ലോ ഈശ്വര, എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ചങ്ക് പൊട്ടിക്കരഞ്ഞ് അകത്തേക്ക് പോവുക. ഇവർക്കുള്ളൊരു ഗതികേട്, ഇതുപോലൊരു ഗതികേട് ലോകത്ത് വേറൊരമ്മമാർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ കല്യാണി? അത് കിരണേട്ടൻ പറഞ്ഞത് ശരിയാ. ഇവർ അനുഭവിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ കിരണേട്ട. അതുപോലെയല്ലേ കിരണേട്ടൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ വേദനിപ്പിച്ചത്. ഇവർ നല്ലവരായിരുന്നു, പക്ഷേ അബേകാസുരൻ്റെ കൂടി ഇവരും ഇതുപോലെയൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യാനാ? അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ കിരണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് സരയുവിനെ കാണിക്കുന്നത്. എത്ര നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്, എങ്ങോട്ടെങ്കിലും പോകായിരുന്നു. ഈ മനുവേട്ടൻ എന്നെ പറഞ്ഞ് പറ്റിക്കുക. ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. എന്നെ കാത്തു നിർത്തില്ല. പരമാവധി മനുവേട്ടൻ കാത്തു നിൽക്കും. പക്ഷേ ഇത് ആദ്യമായിട്ടാണല്ലോ. പോയാലോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ 100 സ്പീഡിൽ അങ്ങോട്ട് വരിക. 100 സ്പീഡിൽ വന്ന് കാറ് സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തി. അത് കണ്ടതും സരയുന് സമാധാനമായി. മനുവേട്ടൻ വന്നൂലോ എന്നാലോചിച്ചുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക. ഇതെന്താ മനുവേട്ട, ഇതുപോലൊരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. എന്നെ എന്താ വിളിച്ചു വരുത്തിയിട്ട് പറ്റിക്കുകയാണോ?
ഹാ ഇല്ല മോളൂ, മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി നേരം വൈകിപ്പോയി. എൻ്റെ മൊബൈലാണെങ്കിൽ കഷ്ടകാലത്തിന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇന്നലെ ചാർജ് കുത്തി ഇട്ടതാ, പക്ഷെ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആയി പോയതും ചാർജ് കയറാൻ. മനുവേട്ടൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. പിന്നെ നല്ല സങ്കടമുണ്ട്, ഇത്രയും നേരം കാത്തുനിന്ന് എൻ്റെ കാലിൽ വേരുറച്ചു മനുവേട്ട. അത്രയ്ക്ക് കാല് വേദനിക്കുന്നു. ഷോ സാരമില്ല മോളൂ, ഞാൻ വീട്ടിൽ പോയിട്ട് മോളിന് കാല് അമർത്തിത്തരാം. അയ്യോ അതൊന്നും വേണ്ട. പിന്നെ മനുവേട്ടന് ഭയങ്കര സ്പീഡിന് വന്നത് ഞാൻ കണ്ടു. ഇത്രയും സ്പീഡൊന്നും വേണ്ട കേട്ടോ. പിന്നെ എൻ്റെ മോളുവിനോട് വാക്ക് പറഞ്ഞതുകൊണ്ട് സ്പീഡായിട്ട് വരണ്ടേ മോളൂ, അതുകൊണ്ട് വന്നതാ. മോള് പേടിച്ചു പോകുന്നു കരുതിയിട്ട്. ഞാനാകെ പേടിച്ചു പോയി. മനുവേട്ടൻ ഇവിടെ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ സരി പറയാ. വാ മോള് നമുക്കെല്ലാം കഴിക്കാം എന്നും പറഞ്ഞ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. എന്നിട്ട് ഐസ്ക്രീം കോരി കൊടുക്കുക സരയുവിന്. സരയും മനോഹറിനും, മനോഹർ സരയുനും മാറി മാറി ഐസ്ക്രീം കോരി കൊടുക്കുക. മനുവേട്ടാ, ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എൻ്റെ അക്കൗണ്ടിലിരിക്കുന്ന സ്വർണവും പണവും ഒക്കെ എടുത്ത് മനുവേട്ടൻ എങ്ങനെയെങ്കിലും അനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കണം. അതൊന്നും വേണ്ട മോളൂ. അതെന്താ വേണ്ടാത്തത്? ഞാൻ മനുവേട്ടൻ്റെ ആരുമല്ലേ മോളൂ. 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തിനാ മോളുവിൻ്റെ സ്വർണം എനിക്ക്? മനുവേട്ടാ, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എനിക്കെന്തിനാ ഇവിടെ സ്വർണം? അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് എടുത്തോളാൻ പറഞ്ഞത്. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം മോളുവിൻ്റെ ഇഷ്ടം. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ താമസിക്കേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ശരിയാ മോളെ, നമുക്കൊരു 50 കോടി അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മാസം തന്നെ ഒരു 2 ലക്ഷം രൂപ അതിലേക്ക് കയറിക്കോളും. 50 കോടിയോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ. അവരൊരുപാട് ആഡംബരമായിട്ട് ജീവിച്ചവരല്ലേ. അപ്പം പിന്നെ 50 കോടി കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊന്നും വേണ്ട. ഒരു കൂടിയൊന്നൊരു 50 ലക്ഷം അത്ര ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ മനുവേട്ടാ. ഒരുപാട് അഹങ്കരിച്ചതല്ലേ, ഒരുപാട് എൻ്റെ ജീവിതം തകർത്തതല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് 50 കോടിയുടെ ആവശ്യമൊന്നുമില്ല. ദേ മനുവേട്ടാ, ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ അതിനെ എതിർത്ത് അവർക്ക് കൂടുതലൊന്നും കൊടുത്തേക്കരുത്. മോളു അങ്ങനെയൊന്നും പറയണ്ട. എത്രയൊക്കെയാലും മോളുൻ്റെ അച്ഛനും അമ്മയല്ലേ, എൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ദേ മോളു, ഇവിടെ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുക്കുന്നതിൽ മോളു എന്നോടൊന്നും പറയരുത്. എനിക്കതിൽ സന്തോഷമാണ്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഞാൻ ഇഷ്ടം പോലെ കൊടുക്കും. അതിന് മോള് ഭാര്യയുടെ അധികാരം കാണിച്ച് എതിർക്കരുത്, കേട്ടല്ലോ? ശരി മനുവേട്ടൻ എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ മോളു. എനിക്ക് അവരോട് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ട്. അവരെന്നെ എത്രയൊക്കെ വെറുത്താലും എനിക്കവരെ വെറുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അവരെ കണ്ടത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് 50 കോടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ ആലോചിക്കുക. ഇവളുടെ സ്വർണവും ഇവളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും പിന്നെ ഇപ്പോൾ വന്ദനയുടെ അച്ഛൻ തന്ന 7 കോടിയും എല്ലാം കൂടെ ചേർത്ത് 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതാവും. അപ്പം പിന്നെ ഒരു 50 കോടി ബഗാസുരൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണോ? അല്ലെങ്കിൽ വേണ്ട, ഇവൾ പറഞ്ഞല്ലോ 50 ലക്ഷം ഇട്ട് കൊടുത്തിട്ട് മിണ്ടാതെ അങ്ങ് പോരാം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്നാലും എടാ മനോഹര, നീ ഭയങ്കര ബുദ്ധിശാലി തന്നെയാ, ഭാഗ്യശാലിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് വരുണിനെയും കല്യാണിയെയും വരുണിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കാണിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ്റെ അമ്മായി അമ്മയുടെ ഒരു അഭിനയം ഒന്ന് കാണണമായിരുന്നു കല്യാണി മോളെ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഓസ്കാർ കിട്ടും. അത് പിന്നെ അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഇവൻ ഒഴിഞ്ഞു പോകാൻ അവർ കൂട്ടു നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും കല്യാണമൊക്കെ എവിടം വരെ ആവുമെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊരു വലിയ നാടകം കളി ആയതുകൊണ്ട് അധികം ആരെയും വിളിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ വിളിക്കണമെങ്കിൽ എൻ്റെ നാട്ടിൽ വെച്ചൊരു റിസപ്ഷൻ നടത്തുന്നുണ്ട്, ആ സമയത്ത് വിളിക്കാം. എന്തായാലും വരുണിൻ്റെ കല്യാണം ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഒരു ദുഷ്ടനെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ മോളെ. അവനെപ്പോലെ ഒരുത്തൻ ഇനി ഈ ലോകത്ത് ഒരു പെൺകുട്ടികളെയും ചതിക്കാൻ പാടില്ല. എത്ര പെൺകുട്ടികളുടെ ജീവനാ അവൻ തകർത്തത്. അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ലങ്ങളെ. അതുകൊണ്ടല്ലേ വരുണിൻ്റെ സഹായം ഞങ്ങളെ ചോദിച്ചത്. കിരൺ മോൻ്റെ കാര്യം കഷ്ടമാണല്ലേ. എനിക്ക് കിരണേട്ടനെ ഒന്ന് കാണണം ചേച്ചി. അതിനെന്താ, വരുണങ്ങ് പോരെ. ഇങ്ങനെ റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണോ? അപ്പുറത്ത് അവനെങ്ങാനും ഉണ്ടെങ്കിൽ അവൻ അത്ര പെട്ടെന്നൊന്നും വരില്ല. സരയുനെയും കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക, അതുകൊണ്ട് വൈകും. ഇനിയിപ്പോൾ വന്നാലും കുഴപ്പമില്ല. അവന് വന്ദനയല്ലേ അറിയുള്ളൂ, വരുണിനെ അറിയില്ലല്ലോ. അത് ശരിയാണ്. എന്നാൽ പോയിട്ട് വരാം. പാവം കിരൺമോൻ ആകെ ഒരു കഷ്ടത്തിലല്ലേ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്നത്. അത് സാരമില്ലങ്ങളെ. എൻ്റെ കിരണേട്ടൻ റൂമിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും സുരക്ഷിതമായിട്ട് എൻ്റെ അരികിൽ തന്നെ ഉണ്ടല്ലോ. ശത്രുക്കൾക്ക് അതൊരു സന്തോഷമാണെങ്കിൽ എനിക്കതിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ കിരണേട്ടൻ ഒരാപത്തും കൂടാതെ എൻ്റെ അരികിൽ വേണം. മുറിയിൽ അടഞ്ഞു കിടന്നാലും എനിക്കതൊരു സങ്കടമുള്ള കാര്യമല്ല. എൻ്റെ കിരണേട്ടൻ ഒരാപത്തും കൂടാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല അങ്ങളെ. അതുകൊണ്ടാണ് എൻ്റെ കിരണേട്ടൻ എന്നോട് പിടിച്ചിരുത്തിയിരിക്കുന്നത്. എന്നാലും ഒരു മുറിയിൽ അടഞ്ഞു കിടക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് മോളെ എന്നൊക്കെ പറയുക. അപ്പോൾ കിരണിനെയാണ് കാണിക്കുന്നത്. മൊബൈലെടുത്ത് കിരൺ ഇങ്ങനെ മൊബൈലിൽ ഓരോന്ന് നോണ്ടിക്കൊണ്ടിരിക്കുക.
ഭയങ്കര സന്തോഷത്തോടെ നോണ്ടുന്നത്. മനോഹറിന് തിരിച്ചടിയും ഷാരിക്കും രാഹുലിനും ഇടിവെട്ട് പണിയും കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ ഈ സമയം മൊബൈൽ നോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുക. കോളിംഗ് ബെൽ അടിച്ചതും നമ്മുടെ കിരൺ ഇങ്ങനെ വെളിയിലേക്ക് എത്തി നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.